കോഴിക്കോട് കുറ്റ്യാടി ടൗണിൽ കാർ കടവരാന്തയിലേക്ക് പാഞ്ഞു കയറി 2 പേർക്ക് പരിക്ക്. വയനാട് തരുവണ സ്വദേശി നൂറുദ്ദീനെ തലയ്ക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത്. അപകടശേഷം ഈ കാർ നിർത്താതെ പോയി. കാറ് ഒരു ബെരുത്ത് വന്നിട്ട് ഇതെല്ലാം അടിച്ച് പൊളിച്ച് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്കും പരിക്കായി. ആടുന്ന് ഭക്ഷണം കഴിച്ച ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ചെറിയൊരു പിള്ളൻ. അയാളെ ഇടിച്ച് ആടെ ബ്ലഡെല്ലാം ഉണ്ടായിരുന്നു. അയാളെ തല അപ്പാട് അടിച്ചു പോയിക്കണം. അയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. അയാൾ എന്തോ നിയന്ത്രണം വിട്ടാ വന്ന് എന്നിട്ട് നിർത്താണ്ട് അങ്ങ് അപ്പുറത്തെ പാലത്തിന്റെ അപ്പുറം പോയി നിർത്തി വെച്ച്. ഇവര് വണ്ടി നിർത്തിയതല്ല, ടയറ് പൊട്ടിയിട്ട് സൈഡായതാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിക്കള്ളിക്ക്. കക്ഷിനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറ്റ്യാടി പോലീസ് വരികയും അവരായിട്ട് ബന്ധപ്പെടുകയും പോലെ അത് പേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും എക്സലന്റായ പ്രതികളെ പോലീസ് തിരയുന്നുണ്ട്. അവരെ കിട്ടുകയും ചെയ്യും. കാർ കടവരാന്തയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പ്രതികൾക്കായിട്ട് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഷഹീദ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷഹീദ്, എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? വിജയലക്ഷ്മി, ഇന്നലെ രാത്രി വൈകി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് കുറ്റ്യാടി ടൗണിൽ മരുതോങ്കര റോഡിലാണ് അപകടം. ജോലിയൊക്കെ കഴിഞ്ഞ് കടയൊക്കെ അടച്ച് ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കാറ് കുതിച്ച് വന്ന് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ചു. ബൈക്ക് മറിഞ്ഞ് തെറിച്ച് വീണ് ഒരു യുവാവിന് പരിക്കേറ്റു. പിന്നീട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വരികയായിരുന്നു ഈ നൂറുദ്ദീൻ. വയനാട് തരുവണ സ്വദേശിയാണ്. നൂറുദ്ദീൻ്റെ ദേഹത്തേക്ക് കാറിടിച്ചു കയറുകയാണ്. അങ്ങനെയാണ് തലക്ക് സാരമായി പരിക്കേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ നൂറുദ്ദീനെ മാറ്റിയിരിക്കുകയാണ്. പിന്നീട് വീണ്ടും മറ്റൊരു വാഹനത്തെ കൂടി ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തിയാണ് ഈ കാറ് മുന്നോട്ട് പോയത്. പിന്നീട് നിർത്താതെ പോകുന്നതിനിടെയാണ് കാറിന് ടയർ പൊട്ടി. പിന്നീട് മറ്റൊരിടത്ത് കാറ് നിൽക്കുകയായിരുന്നു. അങ്ങനെ കാറുള്ളവർ ഇറങ്ങി ഓടി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കുറ്റ്യാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രാഥമികമായും ഈ വാഹന ഉടമയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാഹനം ആരാണ് ഓടിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കാനാണ് തന്നെയാണ് പോലീസിന്റെ നീക്കമെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന്റെ ഞെട്ടലിലാണ് കുറ്റ്യാടി നഗരത്തിലുള്ള ടൗണിലുള്ള ആളുകൾ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിനു മുമ്പും സമാനമായ ചില സംഭവങ്ങൾ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കാർ ഓടിച്ചത്, മദ്യപിച്ച് ഓടിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഉറങ്ങിപ്പോയതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും പോലീസ് വിശദമായി കാര്യം പരിശോധിക്കുന്നുണ്ട്.